ജാസ്മിൻ ജാഫറുമായുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ തുറന്നു പറച്ചിലുമായി ബിഗ് ബോസ് മലയാളം സീസൺ 6 താരം ഗബ്രി. വളരെ ആക്സിഡന്റലായ രീതിയിലാണ് ജാസ്മിനുമായുള്ള വൈബ് സെറ്റാവുന്നത്. ആദ്യ ദിവസം തന്നെ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയി ഗെയിം പ്ലാൻ ചെയ്യൂ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അങ്ങനെ ഞാൻ, രതീഷേട്ടൻ, ജാസ്മിൻ, നോറ തുടങ്ങിയവരൊക്കെയാണ് ഒരുമിച്ചിരുന്നതെന്നും ഗബ്രി പറഞ്ഞു. മറ്റുള്ളവരൊക്കെ പോയിട്ടും ഞങ്ങൾ 4 പേരും അവിടെ ഉണ്ടായിരുന്നു. കുറെ നേരം ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്കിടയിൽ ഒരു ബോണ്ടിങ് വരും. ആരുമില്ല എന്ന് തോന്നുന്ന സമയത്ത് കൈപിടിച്ച് നിൽക്കാൻ ഒരാളുണ്ടാവുന്നത് മനസ്സിനൊരു ബലമാണ്. ജാസ്മിൻ ഒരു ബ്രില്യന്റ് പ്ലെയറാണ്. ആരോട് എന്ത് പറഞ്ഞു നിൽക്കണമെന്ന് അവൾക്കറിയാം. ബാക്കി എല്ലാവർക്കും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു താരമായിരുന്നു റോക്കി. ആ റോക്കിയെ വരെ പറഞ്ഞു ഒതുക്കിയിട്ടുണ്ടെങ്കിൽ വാക്കിൽ കഴിവുള്ള ആൾ തന്നെയാണ് ജാസ്മിൻ. ജാസ്മിൻ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ സംസാരിക്കും. അതിനുശേഷം എന്താണ് വേണ്ടതെന്ന് തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തും. ലവ് എലമെന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള വളരെ ഡീപ്പായ സ്നേഹം മാത്രമാണ്, വേറെയൊന്നുമില്ല. ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നും ഗബ്രി പറയുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ കോമഡിയായി സംസാരിച്ച കാര്യങ്ങൾ ആളുകൾ വേറെ രീതിയിൽ എടുത്തിട്ടുണ്ടാകാം. അതിനകത്ത് വെച്ച് നമ്മൾ ഫണ്ണായി ചെയ്ത കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത് വളരെ മോശം കാര്യമാണ്. അകത്ത് നിൽക്കുമ്പോൾ എന്തുകൊണ്ടും ഒരു പ്രഷർ കുക്കറാണ് ബിഗ് ബോസ് ഷോ. പുറത്തുനിന്നും നോക്കുന്നത് പോലെയല്ല. ബിഗ് ബോസ് ഒരിക്കലും ഒരു സ്ക്രിപ്റ്റഡ് ഷോ അല്ല. ടെക്നിക്കലി അടക്കം കാര്യങ്ങൾ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നു. വളരെ ഡീപ്പായി തന്നെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ബിഗ് ബോസ് സെറ്റ് ഒരു ദിവസം ഓടണമെങ്കിൽ 100-300 ആളുകൾ അതിന് ചുറ്റും കിടന്ന് ഓടണം. അവർ ടാസ്ക് തന്നാൽ പിന്നീട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് മത്സരാർത്ഥികളാണ്. ബിഗ് ബോസിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചത്. അല്ലെങ്കിൽ ഞാൻ 5 പ്രാവശ്യം പവർ റൂമിൽ കയറുമ്പോൾ ജാസ്മിനും എൻ്റെ കൂടെ വേണ്ടതല്ലേ. 5 പ്രാവശ്യം ഞാൻ മാത്രമാണ് പവർ റൂമിൽ കയറിയത്. ജാസ്മിൻ 1 പ്രാവശ്യം മാത്രമാണ് പവർ റൂമിൽ കയറിയത്. ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൈപിടിച്ചിരിക്കുന്നത് എങ്ങനെയാണ് തെറ്റാകുന്നത്? ഒരു പരിധി കഴിഞ്ഞാലാണ് അത് മോശമായ രീതിയിലേക്ക് പോകുന്നത്. നിങ്ങളുടെ സുഹൃത്തിനെ ഇതുവരെ കിസ് ചെയ്തിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ? സുഹൃത്താവാൻ അടുത്ത സമയം വേണമെന്നുമില്ല. ഞങ്ങളുടെ ചിന്താഗതിയിൽ വളരെ അടുത്ത സാമ്യതകളുണ്ട്. പിന്നെ ബിഗ് ബോസിൽ വെച്ചുണ്ടായ ദേഷ്യമൊക്കെ അവിടെ ഉപേക്ഷിച്ചു. അവിടെ തല്ല് പിടിക്കാതെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഗബ്രി ചോദിക്കുന്നു. ജീവിതത്തിൽ മരണം വരെ എൻ്റെ അടുത്ത് സംസാരിക്കില്ലെന്ന് പറഞ്ഞയാളാണ് അൻസിബ. ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലായിരുന്നു അവൾ അങ്ങനെ പറഞ്ഞത്. ലാസ്റ്റ് ദിവസം മോർണിംഗ് ടാസ്കിൽ ഞാൻ അൻസിബയോട് സോറി പറഞ്ഞിരുന്നു. എവിക്ഷനായി ഞങ്ങൾ 4 പേർ നിൽക്കുമ്പോഴും വീട് വിട്ട് ആര് പുറത്തു പോയാലും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് ഞാൻ അൻസിബയോട് പറഞ്ഞു. ഞാൻ അതവിടെ വിട്ടെന്നായിരുന്നു അവൾ പറഞ്ഞത്. തുടർന്ന് അൻസിബയും ഋഷിയും സേവ് ആയപ്പോൾ അൻസിബ എന്നെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടോ എന്നറിഞ്ഞില്ല. ഐ ലവ് യു ടു എന്ന് ഞാനും പറഞ്ഞു. അൻസിബയുടെ കണ്ണ് നിറഞ്ഞു. അത്രയുള്ള ഒരു ഗെയിമാണെന്ന് മനസ്സിലാക്കുന്നതോടെ എല്ലാ വെറുപ്പും വിദ്വേഷവും ഇല്ലാതാകുമെന്നും ഗബ്രി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.